ഗ്ലാസ് എടുത്ത്. ഓ ഇനി അതും വേണോ? നിധി എടുക്ക്. റിയലി? മോനെ മറ്റേ പാട്ട് പാടാമോ? അതല്ല ഇത് കഴിഞ്ഞിട്ട് അവസാനത്തേക്ക് എത്തുമ്പോഴാണ് അതെങ്ങനെ That is how I know you go on. ദൈവമേ ഇപ്പുറത്തേക്ക് നോക്കുമ്പോഴാണ് മറ്റേ ക്രോക്കറി ഷെൽഫൊക്കെ ആക്ച്വലി കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു വലിയ ഡൈനിങ് ടേബിൾ ആക്ച്വലി. അതാണ് ഈ 9 പേർക്ക് എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഇത് അല്ലേ, വലിയൊരു ഡൈനിങ് ടേബിൾ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ ഫുഡ് എത്തണത്? നിധുണ്ടല്ലോ ആൾക്കാർ നിധുണ്ടല്ലോന്ന് ചേച്ചിനെ കൊണ്ട് എല്ലാരും പണിയെടുപ്പിക്കണം എന്നാണ് എല്ലാവരും വിചാരം. ചോദിക്കും ഒരാളെങ്കിലും 3 പേരാണ് ഇവിടെ എല്ലാം ചെയ്യണത്. ആണോ? സത്യം പറയാം ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നതാണ് ഇവിടെ. ആണോ? പക്ഷെ മമ്മിയാണ് എല്ലാം ചെയ്യണത്, ഞങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യും. പക്ഷെ അതിന്റെ അംഗീകാരം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതെ അതെ, ഹെൽപ്പ് ചെയ്യും. മൈ ഹെൽപ്പേഴ്സ് പാത്രം വൃത്തിയാക്കി വെക്കും, ഡ്രസ് അതൊക്കെ ഹെൽപ്പ് ചെയ്യും. അതെ എല്ലാം വളരെ ഇതാണ് നമ്മൾ ചങ്ക് കുറച്ച് കാണിച്ചാല് ചെമ്പരത്തിപ്പോ. ഓക്കെ, അപ്പൊ ഇനി കിച്ചൺ ഏരിയയും കൂടെ കണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. വേണോ അല്ലേ? വേണ്ടേ? വേണോ? വേണ്ടേ? കണ്ടു നോക്ക് നിങ്ങൾ തന്നെ ലാസ്റ്റ്. ഇതല്ലേ? അതെ, ഇത് കംപ്ലീറ്റ് എന്റെ ഏരിയ ആണ്. ആക്ച്വലി ചേച്ചി മാത്രമുള്ള വരാറുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അതെ, ഇൻഫർമേഷൻ തെറ്റാണ്. ഫുഡ് എടുക്കാൻ നിങ്ങൾ വരാറുണ്ടല്ലേ? അതെ, എല്ലാ കാര്യത്തിനും നിതേനെ ഞങ്ങൾ സഹായിക്കാറുണ്ടെന്ന് പറയണമെന്നാണ് ഇത് പറഞ്ഞത്. ആരും പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല. ചേച്ചി പറയും. ഇവിടെ ഞാൻ ഒരുവിധ ഏരിയാസിലൊക്കെ ഞാൻ TV കണ്ടു. അതെന്തുകൊണ്ടാ? അല്ല, വേറെ ഒരു സ്ഥലത്തെ ടിവിയിൽ എനിക്കൊരു പങ്കുമില്ല. പക്ഷെ ഇവിടുത്തെ TV ഞാൻ വെച്ചേക്കുന്നത്, അതായത് നമ്മള് ഞാൻ കുക്ക് ചെയ്യണ സമയത്ത് മിക്കപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഇവിടെ അടുക്കളക്കകത്ത്. അപ്പൊ നമുക്ക് ആരെങ്കിലൊക്കെ ഉണ്ട് എന്നൊരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിട്ട് അവിടെ TV ഞാൻ ഓണാക്കി വയ്ക്കും. എന്ന് പറഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ എനിക്ക് അറിയാം എന്ത് സിനിമ കണ്ടതെന്ന്. നല്ല റൊമാൻറ്റിക് സിനിമയിൽ നല്ല അടിപൊളി ഭക്ഷണം, ഒരു ജാതി ഭക്ഷണം ജാതി കിട്ടിയ സിനിമയായിരിക്കും അത്. നീ കരയണ സിനിമയാണെങ്കിൽ ദയനീയമായിരിക്കും ഭക്ഷണം. എനിക്ക് മൂഡ്സ് മനസ്സിലാക്കാൻ അറിയില്ലേ? ഓക്കെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ നമ്മുടെ നിധി ചേച്ചിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടു. അതാണ് അടിയില് അത് അതെന്താ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ നിലമൊക്കെ ക്ലീനിങ് ചെയ്യുന്ന. അപ്പൊ നമ്മുടെ കിച്ചന്റെ വിശേഷങ്ങൾ. പിന്നെ ഇവിടെ ഒരു വലിയൊരു അലമാര ഞാൻ കണ്ടു. തുറക്കണോ? തുറക്കാം അല്ലേ? വേണ്ട അല്ലേ? എന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഒന്നും കാണാമല്ലോ. ഒരു നാളികേരത്തിന്റെ ഒരു നാരങ്ങയുടെ പിരിഞ്ഞ തൊണ്ട്. ഇതെന്താണ് ഫ്രിഡ്ജ് നിറയെ സാധനങ്ങള്? സോറി, ഇവര് കേരളത്തിലല്ല സർ ജീവിക്കുന്നത്.